CPIM, കോൺഗ്രസ്, BJP പാർട്ടികളിൽ നിന്ന് ക്ഷണമുണ്ടെന്ന് CPIയോട് ഇടഞ്ഞ നാട്ടിക MLA CC മുകുന്ദൻ പറയുന്നു. എന്നാൽ CPI വിട്ട് എങ്ങോട്ടുമില്ലെന്നും എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. നാട്ടികയിൽ വീണ്ടും മത്സരിക്കാൻ താൻ തന്നെയാണ് യോഗ്യൻ. സംഘടനാ വിഷയങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന കൗൺസിലിന് പരാതി നൽകുമെന്നും CC മുകുന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതെ, ഒന്ന് രണ്ട് വാർത്തകൾ ഇങ്ങനെ പോകുന്നു. BJPയും CPMും ഒക്കെ ക്ഷണിച്ചു സംസാരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട്. സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ല. അവരൊക്കെ വന്നിരുന്നു. അപ്പൊ എന്നോട് യോജിപ്പില്ല എന്ന് പറയണ്ടായി. അവര് വന്നോ? അവരുടെ പാർട്ടിയിലോട്ട് ക്ഷണിച്ചിരുന്നോ? മൊബൈലിൽ കൂടെ സന്ദേശം തരണ്ടായി. മൊബൈലിൽ കൂടെയോ? നിങ്ങൾ അതിൽ നിൽക്കണ്ടെങ്കിൽ ഇതിലേക്ക് പോന്നോന്ന് പറഞ്ഞിട്ട് പലരും നമ്മളെ ടച്ച് ചെയ്തു. പക്ഷെ നമ്മളത് നിന്ന് കൊടുത്തിട്ടില്ല. BJPയും മറ്റേതൊക്കെ പാർട്ടികള് സംസാരിച്ചിട്ടുണ്ട്. BJP ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ സത്യസന്ധമായി മുന്നോട്ട്, അത് സത്യസന്ധത എന്റെ പാർട്ടി നിർവഹിക്കുന്ന എന്റെ ബോധ്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ പാർട്ടിക്ക് പോകേണ്ട ഒരു കാര്യമില്ല. അത് ആരൊക്കെ ക്ഷണിച്ചത്? മറ്റു പാർട്ടികളിലേക്ക് ഏതൊക്കെ പാർട്ടികൾ? എല്ലാ പാർട്ടിയും അവരുള്ള ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഒക്കെ നമ്മളെ സമീപിക്കാണ്. അവരോടൊക്കെ ഫ്രീ ആണ്. അവർക്ക് എല്ലാവർക്കും എന്റെ അടുത്ത് വരാനുള്ള ഒരു ധൈര്യം ഉണ്ട്. ഒരു വെല്ലുവിളി മനോഹ ആർക്കും ഇല്ലല്ലോ. BJPയും കോൺഗ്രസും CPMും ക്ഷണിച്ചിട്ടുണ്ട്. ലെവിൻ K. വിജയൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഈ മുകുന്ദൻ വിഷയത്തെ CPI സംസ്ഥാന നേതൃത്വം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണ് ഇദ്ദേഹത്തിന് CPI ജില്ലാ നേതൃത്വവുമായി ഉണ്ടായ പ്രശ്നം എന്താണ്? ലക്ഷ്മി, ജില്ലാ നേതൃത്വവുമായി തികഞ്ഞ ഭിന്നതയിൽ തന്നെയാണ് CC മുകുന്ദൻ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്നലെയും ഇന്നും അല്പസമയങ്ങൾക്ക് മുൻപായി നമ്മളോടായി നടത്തിയ പ്രതികരണത്തിൽ നിന്നും അദ്ദേഹത്തിനുള്ള അതൃപ്തി പൂർണ്ണമായും വ്യക്തമാണ്. പാർട്ടിക്ക് മുന്നിൽ മുകുന്ദനെതിരെ നിരവധി പരാതികളും ആരോപണങ്ങളും ജില്ലാ ഘടകത്തെ സംബന്ധിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെ തുടർന്നുകൂടിയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സമ്മേളനത്തിൽ നിന്നും അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ദീർഘനാളുകളായി 40 വർഷത്തിലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂരിലെ സജീവ പ്രവർത്തകനാണ്, മുതിർന്ന നേതാവാണ് അദ്ദേഹം. 2 തവണ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. നിരവധി വർഷങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ജില്ലാ കൗൺസിൽ ദീർഘനാളുകൾ 20 വർഷത്തിലധികമായി ജില്ലാ കൗൺസിൽ അംഗമാണ്. അദ്ദേഹത്തെ ഒഴിവാക്കാൻ സമ്മേളനത്തിൽ ഉയർന്ന ചില വിമർശനങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തതോടുകൂടിയാണ് ആ തീരുമാനത്തിലടക്കം വിമുഖത പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ നിന്നും മുകുന്ദൻ ഇറങ്ങിപ്പോന്നത്. മുകുന്ദന്റെ ഇറങ്ങിപ്പോക്കിന് പിന്നാലെ തന്നെ വിവിധ പാർട്ടികളുടെ നേതാക്കളും പ്രാദേശികരായിട്ടുള്ള പ്രവർത്തകരുമടക്കം അദ്ദേഹത്തെ നേരിൽ കണ്ടുവെന്നും പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളടക്കം ഫോണിൽ ബന്ധപ്പെട്ടുവെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ സമ്മേളനത്തിന് ഇറങ്ങിപ്പോകുന്നതിന് പിന്നാലെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ തങ്ങളുടെ പാർട്ടിയിലേക്ക് വിവിധ നേതാക്കൾ ക്ഷണിച്ചു, ഫോണിൽ വിളിച്ചു, മെസ്സേജ് അയച്ചു. അങ്ങനെ പലതരത്തിലുള്ള ക്ഷണം വിവിധ പാർട്ടികളിലേക്ക് ഉണ്ടായി. എന്നാൽ അത്തരത്തിൽ ഒരു പാർട്ടിയിലേക്കും താൻ ഇല്ല എന്നുള്ളൊരു നിലപാട് വിളിച്ച എല്ലാവരോടുമായി പങ്കുവച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 50 വർഷത്തിലധികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ്. കർഷക തൊഴിലാളിയായി ഈ പാർട്ടിയിലേക്ക് എത്തിയതാൻ തുടർന്നും അതേ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചു. താൻ പാർട്ടിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ, അതായത് CC മുകുന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രധാനപ്പെട്ട പരാതികളാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുള്ളത്. ഒന്ന്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെയും മുന്നണിയുടെയും നിർദ്ദേശങ്ങൾ മുകുന്ദൻ പാലിച്ചില്ല എന്നുള്ളതും ആവശ്യമായ ഫണ്ട് പിരിവ് നടത്തിയില്ല എന്നുള്ളതുമായിരുന്നു ഒന്ന്. അതേ തുടർന്ന് ഈ സംഘാടന സമയത്ത് അന്ന് DYSP ആയിരുന്ന സലീഷ് ശങ്കറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ DYSP ഈ പരിപാടി നവകേരള സദസ്സ് നാട്ടിക മണ്ഡലത്തിലെ പരിപാടി നടക്കുമ്പോൾ അത് പൊളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം വേദിയിൽ നിന്നുകൊണ്ട് തന്നെ പരസ്യമായി ഉന്നയിക്കുകയും DYSPയും ലെവിൻ K. വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തൃശ്ശൂരിൽ നിന്ന്.